എല്ലാവർക്കും റീസ്റ്റാർട്ട് പി എസ് സിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തുടർന്നുകൊണ്ട് പോകുന്ന LDC മാസ്റ്റർ സീരീസിലെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട 100ഓളം ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. വളരെ പ്രധാനപ്പെട്ട 100 ചോദ്യങ്ങളാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, റിപ്പീറ്റ് ചെയ്ത് തന്നെ കേൾക്കാൻ ശ്രമിക്കുക. നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ഫസ്റ്റത്തെ ചോദ്യം, ഹു വേർ ദ വൈസ് പ്രസിഡൻറ്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി? കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ വൈസ് പ്രസിഡൻറ്റുമാർ ആരൊക്കെയായിരുന്നു? ഹരേന്ദ്ര കുമാർ മുഖർജി ആൻഡ് VT കൃഷ്ണമാചാരി. VT കൃഷ്ണമാചാരിയും HC മുഖർജിയായിരുന്നു. ഹരേന്ദ്ര കുമാർ മുഖർജി. അടുത്ത ചോദ്യം, ഹു പെർഫോംസ് ദ ഡ്യൂട്ടീസ് ഓഫ് ദ പ്രസിഡൻറ്റ് ഇൻ ഹിസ് ഓർ ഹെർ ആബ്സെൻറ്റ്? പ്രസിഡൻറ്റിൻ്റെ ആബ്സെൻസിൽ, പ്രസിഡൻറ്റിൻ്റെ അഭാവത്തിൽ അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടികൾ നിർവഹിക്കുന്നത് ആരാണ്? വൈസ് പ്രസിഡൻ്റാണ്. അടുത്ത ചോദ്യം, ഹു റെപ്രസെൻറ്റഡ് ദ പാഴ്സി കമ്മ്യൂണിറ്റി ഇൻ ദ ഫസ്റ്റ് മീറ്റിംഗ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഓഫ് ഇന്ത്യ? കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ ആദ്യ മീറ്റിങ്ങിൽ പാഴ്സി കമ്മ്യൂണിറ്റിയെ റെപ്രസെൻറ്റ് ചെയ്തിരുന്നത് ആരായിരുന്നു? HP മോദിയാണ്. HP മോദി. In which case the Supreme Court of India has laid down the principle that the preamble is not a part of Constitution? സുപ്രീം കോടതി ഏത് കേസിലാണ് പ്രിയാമ്പിൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമല്ല, ആമുഖം കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമല്ല എന്ന് വിധിച്ചത്? ബെറുബാരി കേസിലാണ്. ബെറുബാരി കേസ്. അടുത്ത ചോദ്യം, ഇൻ വിച്ച് കേസ് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ഹെൽഡ് ദാറ്റ് ദ പ്രിയാമ്പിൾ ഈസ് എ പാർട്ട് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ? സുപ്രീം കോടതി പ്രിയാമ്പിൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമാണ് എന്ന് വിധിച്ച വിധി ഏതായിരുന്നു? കേസ് ഏതായിരുന്നു? കേശവാനന്ദ ഭാരതി കേസാണ്. അപ്പോൾ ആദ്യം സുപ്രീം കോടതി പ്രിയാമ്പിൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമല്ല എന്നും അത് ബേറുബാരി കേസിലും, പിന്നീട് അടുത്തൊരു കേസ് ഉണ്ടായ സമയത്ത് പ്രിയാമ്പിൾ അഥവാ ആമുഖം ഭരണഘടനയുടെ ഭാഗമാണ് എന്ന് പറയുകയുണ്ടായി. അത് കേശവാനന്ദ ഭാരതി കേസിലാണ്. ഇപ്പോൾ നിലനിൽ നിൽക്കുന്നത് ആ കേസാണ്. ഇപ്പോൾ സുപ്രീം കോടതിയുടെ വിധികൾ ഏറ്റവും ലേറ്റസ്റ്റ് ഏതാണോ അതാണ് നിലനിൽക്കുക. അപ്പോൾ അടുത്ത ചോദ്യം, ഹു റെപ്രസെൻറ്റഡ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫെഡറേഷൻ ഇൻ ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി? ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫെഡറേഷൻ, SC ഫെഡറേഷനെ റെപ്രസെൻറ്റ് ചെയ്തത്, പ്രതിനിധീകരിച്ച് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലുണ്ടായിരുന്ന ആളാരായിരുന്നു? BR അംബേദ്കറാണ്. ഓൺ വിച്ച് ഡേറ്റ് ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഓഫ് ഇന്ത്യ വാസ് ഫോംഡ്? കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി, ഭരണഘടനാ നിർമ്മാണ സഭ എന്നാണ് രൂപവത്കരിച്ചത്? 1946 ഡിസംബർ 6-ന്. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി 1946 ഡിസംബർ 6-നാണ് രൂപവത്കരിച്ചത്. ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ചു വയ്ക്കുക. അടുത്ത ചോദ്യം, ആംഗ്ലോ ഇന്ത്യൻ റെപ്രസെൻറ്റേറ്റീവ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി? കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലുണ്ടായിരുന്ന ആംഗ്ലോ ഇന്ത്യൻ റെപ്രസെൻറ്റേറ്റീവ് ആരായിരുന്നു? ഫ്രാങ്ക് ആൻ്റണിയാണ്. ഫ്രാങ്ക് ആൻ്റണി. അടുത്ത ചോദ്യം, ദ ടോട്ടൽ നമ്പർ ഓഫ് സെക്ഷൻസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഓഫ് ഇന്ത്യ? ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിക്ക്, ഭരണഘടനാ നിർമ്മാണ സഭയ്ക്ക് എത്ര സെക്ഷൻ ഉണ്ടായിരുന്നു? 11 സെക്ഷനാണ് ഉണ്ടായിരുന്നത്. അടുത്ത ചോദ്യം, വിച്ച് സ്റ്റേറ്റ് ഹാസ് ദ ലാർജസ്റ്റ് നമ്പർ ഓഫ് മെമ്പേഴ്സ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഓഫ് ഇന്ത്യ? ഏത് സ്റ്റേറ്റിനാണ്, ഏത് സംസ്ഥാനത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രതിനിധികൾ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി അഥവാ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്നത്? യുണൈറ്റഡ് പ്രൊവിൻസ് ആണ്, അന്നത്തെ UP ക്കാണ്. അടുത്ത ചോദ്യം, ഓൺ വിച്ച് ഡേറ്റ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി മെറ്റ് ആസ് ദ ലെജിസ്ലേറ്റീവ് ബോഡി ഫോർ ദ ഫസ്റ്റ് ടൈം? കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി എന്നാണ് ആദ്യമായിട്ട് ലെജിസ്ലേറ്റീവ് ബോഡിയായിട്ട് മീറ്റിംഗ് കൂടിയത്? 1947 നവംബർ 17 മുതലാണ്. അടുത്ത ചോദ്യം, വിച്ച് അനിമൽ വാസ് ഇൻസ്ക്രൈബ്ഡ് ഓൺ ദ സിംബൽ ഓഫ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഓഫ് ഇന്ത്യ? കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ സിംബലിൽ ഏത് മൃഗത്തിൻ്റെ ചിത്രമാണ് ആലേഖനം ചെയ്തിരിക്കുന്നത്? എലിഫൻ്റ് അഥവാ ആനയുടെ ചിത്രമാണ്. അടുത്ത ചോദ്യം, ഹു ഡെലിവേർഡ് ദ ഫസ്റ്റ് സ്പീച്ച് ഇൻ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഇൻ ഇറ്റ്സ് ഫസ്റ്റ് മീറ്റിംഗ് ഹെൽഡ് ഓൺ 9th ഡിസംബർ 1946? 1946 ഡിസംബർ 9-ന് ചേർന്ന ആദ്യ മീറ്റിങ്ങിൽ ആദ്യമായി സ്പീച്ച് നടത്തിയത് അഥവാ പ്രസംഗിച്ചത് ആരാണ്? ആചാര്യ കൃപലാനിയാണ്. ആചാര്യ കൃപലാനിയാണ് ആദ്യമായി ഭരണഘടനാ നിർമ്മാണ സഭയിൽ പ്രസംഗിച്ചത്. അടുത്ത ചോദ്യം, who had said that the preamble is the keynote to constitution? പ്രിയാമ്പിൾ അഥവാ ആമുഖം കോൺസ്റ്റിറ്റ്യൂഷനിലോട്ടുള്ള കീനോട്ടാണ് എന്ന്, താക്കോലാണ് എന്ന് സ്റ്റേറ്റ് ചെയ്തത് ആരാണ്? പറഞ്ഞതാരാണ്? ഏണസ്റ്റ് ബാർക്കർ. അടുത്ത ചോദ്യം, വാട്ട് ഈസ് റെഫേർഡ് ടു ആസ് ആൻ എപ്പിറ്റോം ഓഫ് ബ്രോഡ് ഫീച്ചർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ? കോൺസ്റ്റിറ്റ്യൂഷൻ്റെ മൊത്തം ഫീച്ചേഴ്സും ഉൾപ്പെടുന്ന ഒരു സാരാംശം എന്ന രൂപത്തിൽ ഉള്ളത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്? അത് ആമുഖമാണ് അഥവാ പ്രിയാമ്പിളാണ്. അടുത്ത ചോദ്യം,
by which amendment the word in the preamble of the Constitution, unity of nation, was changed to unity and integrity of nation. യൂണിറ്റി ഓഫ് നേഷൻ എന്നുള്ളത് യൂണിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് നേഷൻ എന്ന് അമെൻഡ് ചെയ്തത് ഏത് അമെൻമെൻറ്റ് വഴിയാണ്? 42ാമത്തെ അമെൻമെൻറ്റാണ്. 1976 42ാമത്തെ അമെൻമെൻറ്റ് നടന്നത്. ഇന്ദിരാഗാന്ധിയായിരുന്നു ആ സമയത്ത് പ്രധാനമന്ത്രി. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നതും 42ാമത്തെ ഭരണഘടനാ ഭേദഗതിയാണ്. അപ്പോൾ 42ാമത്തെ ഭരണഘടനാ ഭേദഗതി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് പ്രത്യേകം തന്നെ ശ്രദ്ധിച്ചു വയ്ക്കുക. അടുത്ത ചോദ്യം, ദ വേർഡിംഗ് ഓഫ് ദ പ്രിയാമ്പിൾ ഓഫ് ഇന്ത്യ ഈസ് ക്ലോസ് ടു ദ പ്രിയാമ്പിൾ ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് വിച്ച് കൺട്രി? ഇന്ത്യയുടെ പ്രിയാമ്പിൾ വേറെ ഏതോ ഒരു രാജ്യത്തിൻ്റെ പ്രിയാമ്പിളുമായിട്ട് മാച്ചിങ് ആണ്, അല്ലെങ്കിൽ സിമിലർ ആണ്. ഏത് രാജ്യത്തിൻ്റെയാണെന്നാണ് ചോദിക്കുന്നത്? അയർലാൻഡിൻ്റെയാണ്. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ വേർഡിംഗ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ പ്രിയാമ്പിൾ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? പ്രിയാമ്പിൾ തുടങ്ങുന്നത് എങ്ങനെയാണ്? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രിയാമ്പിൾ ആമുഖം തുടങ്ങുന്നത് എങ്ങനെയാണെന്നാണ്? വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, നാം ഇന്ത്യക്കാർ എന്ന് തുടങ്ങിയിട്ടാണ്. അടുത്ത ചോദ്യം, ഹു മെയ്ഡ് ദ സ്റ്റേറ്റ്മെൻറ്റ് ദ പ്രിയാമ്പിൾ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ദ ഹോറോസ്കോപ്പ് ഓഫ് അവർ സോവറിൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്? പ്രിയാമ്പിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ദ ഹോറോസ്കോപ്പ് ഓഫ് അവർ സോവറിൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? കെ എം മുൻഷിയാണ്. റിപ്പബ്ലിക് ഇന്ത്യയുടെ ജാതകം, ഭാവി ജാതകം എന്ന് അഭിപ്രായപ്പെട്ടത്, പ്രിയാമ്പിളിനെ അഭിപ്രായപ്പെട്ടത് ആരാണ്? കെ എം മുൻഷിയാണ്. അടുത്ത ചോദ്യം, ഓൺ വിച്ച് ഡേറ്റ് ദ പ്രിയാമ്പിൾ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ കെയിം ഇൻ ടു ഫോഴ്സ്? എന്നാണ് ആമുഖം നിലവിൽ വന്നത്? കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആമുഖം നിലവിൽ വന്നത് 26 ജനുവരി 1950. 26 ജനുവരി 1950. അടുത്ത ചോദ്യം, ഇൻ വിച്ച് ഇയർ പ്രിയാമ്പിൾ വാസ് അമെൻഡഡ്? പ്രിയാമ്പിൾ എന്നാണ് അമെൻഡ് ചെയ്തത്, ഭേദഗതി ചെയ്തത്? 1976. 1976. അടുത്ത ചോദ്യം, ഹു ഡ്രാഫ്റ്റഡ് ദ പ്രിയാമ്പിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? ആരാണ് ഡ്രാഫ്റ്റ് ഇറക്കിയത് അല്ലെങ്കിൽ ഡ്രാഫ്റ്റ് ചെയ്തത്? ആരാണ് തയ്യാറാക്കിയത്? ആരാണ്? ജവഹർലാൽ നെഹ്റുവാണ്. പ്രിയാമ്പിൾ അഥവാ ആമുഖം തയ്യാറാക്കിയത് നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിട്ടുള്ള നെഹ്റുവാണ്. അടുത്ത ചോദ്യം, ഹു ഡിസ്ക്രൈബ്ഡ് പാർട്ട് 3 ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഡീലിംഗ് വിത്ത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആസ് ദ മോസ്റ്റ് ക്രിറ്റിസൈസ്ഡ് പാർട്ട് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ? ആരാണ് പാർട്ട് 3 ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ? പാർട്ട് 3 എന്താണ്? ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ്. അതിനെ മോസ്റ്റ് ക്രിറ്റിസൈസ്ഡ് പാർട്ട് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? BR അംബേദ്കർ ആണ്. അടുത്ത ചോദ്യം, ദ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ലിസ്റ്റഡ് അണ്ടർ വിച്ച് ആർട്ടിക്കിൾ ആർ ഓട്ടോമാറ്റിക്കലി സസ്പെൻഡഡ് ഓൺ ദ പ്രൊക്ലമേഷൻ ഓഫ് എമർജൻസി ഡ്യൂ ടു വാർ? ഏത് ഫണ്ടമെൻ്റൽ റൈറ്റാണ്, മൗലിക അവകാശമാണ്, വാർ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ, യുദ്ധം ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് സസ്പെൻഡ് ചെയ്യപ്പെടുന്നത് 19ാമത്തെ ആർട്ടിക്കിളാണ്? അടുത്ത ചോദ്യം, ഹു ഡിസൈഡഡ് ദ റീസണബിൾനെസ് ഓഫ് റെസ്ട്രിക്ഷൻസ് ഇമ്പോസ്ഡ് ഓൺ ദ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്? ഫണ്ടമെൻ്റൽ റൈറ്റിൽ വരുന്ന, മൗലിക അവകാശങ്ങളിൽ വരുന്ന റീസണബിളായിട്ടുള്ള റെസ്ട്രിക്ഷൻസ്, അതിനെ ചോദ്യം ചെയ്യുന്നത് ആരാണ്, അല്ലെങ്കിൽ ഡിസൈഡ് ചെയ്യുന്നത് ആരാണ്? സുപ്രീം കോർട്ട് അഥവാ ഹൈക്കോർട്ടാണ്. വിച്ച് ഫണ്ടമെൻ്റൽ റൈറ്റ് വാസ് കൺസിഡേർഡ് ടു ബി ദ ഹേർട്ട് ആൻഡ് സോൾ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ബൈ BR അംബേദ്കർ? BR അംബേദ്കർ ഏത് ഫണ്ടമെൻ്റൽ റൈറ്റിനെയാണ്, മൗലിക അവകാശത്തെയാണ് ഹേർട്ട് ആൻഡ് സോൾ, ഹൃദയവും ആത്മാവും എന്ന് അഭിപ്രായപ്പെട്ടത്? കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഹൃദയവും ആത്മാവും എന്ന് അഭിപ്രായപ്പെട്ടത് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ആണ്. അടുത്ത ചോദ്യം, അണ്ടർ വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എ സിറ്റിസൺ ക്യാൻ അപ്രോച്ച് ദ ഹൈക്കോർട്ട് ഇഫ് ഹി ഹാസ് ബീൻ ഡിനൈഡ് ഫണ്ടമെൻ്റൽ റൈറ്റ്? ഒരു ഇന്ത്യൻ സിറ്റിസണിൻ്റെ ഫണ്ടമെൻ്റൽ റൈറ്റിന് എന്തെങ്കിലും വയലേഷൻ സംഭവിച്ചാൽ അദ്ദേഹം ഏത് ആർട്ടിക്കിളിൻ്റെ ഭാഗമായിട്ടാണ് അയാൾക്ക് ഹൈക്കോടതിയെ സമീപിക്കാനാവുക? 226ാമത്തെ ആർട്ടിക്കിൾ പ്രകാരമാണ് ഹൈക്കോടതിയെ സമീപിക്കാൻ സാധിക്കുക. അപ്പോൾ ഫണ്ടമെൻ്റൽ റൈറ്റിന് എന്തെങ്കിലും വയലേഷൻ സംഭവിച്ചാൽ ഹൈക്കോടതിയിൽ അത് ഫയൽ ചെയ്യണമെങ്കിൽ, റിട്ട് സമർപ്പിക്കുന്നത് 226ാമത്തെ ആർട്ടിക്കിൾ പ്രകാരമാണ്. അടുത്ത ചോദ്യം, ഇൻ വിച്ച് കേസ് ഡിഡ് ദ സുപ്രീം കോർട്ട് റൂൾഡ് ദാറ്റ് പാർലമെൻറ്റ് ഹാഡ് ദ റൈറ്റ് ടു അമെൻഡ് എനി ഓഫ് ദ ഫണ്ടമെൻ്റൽ റൈറ്റ്? ഏതൊരു ഫണ്ടമെൻ്റൽ റൈറ്റിനെ അമെൻഡ് ചെയ്യാൻ പാർലമെൻറ്റിന് അധികാരമുണ്ടെന്ന് സുപ്രീം കോടതി വിധിച്ചത് ഏത് കേസിലാണ്? കേശവാനന്ദ ഭാരതി കേസിലാണ്. കേശവാനന്ദ ഭാരതി കേസ്. അടുത്ത ചോദ്യം,
in the Constitution Assembly who headed the Fundamental Rights Committee. ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ സബ് കമ്മിറ്റീനെ ഹെഡ് ചെയ്തത് ആരാണ്? അഥവാ മൗലിക അവകാശങ്ങളുടെ സബ് കമ്മിറ്റിക്ക് നേതൃത്വം നൽകിയത് JB കൃപലാനിയാണ്. JB കൃപലാനിയാണ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഫണ്ടമെൻ്റൽ റൈറ്റിൻ്റെ സബ് കമ്മിറ്റിക്ക്, മൗലികാവകാശങ്ങളുടെ സബ് കമ്മിറ്റിക്ക് നേതൃത്വം നൽകിയത് JB കൃപലാനി. അടുത്ത ചോദ്യം, ഇൻ ഇന്ത്യ ദ ഐഡിയ ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ് ഹാസ് ബീൻ കോപ്പീഡ് ഫ്രം. മൗലിക അവകാശങ്ങൾ എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടിരിക്കുന്നത് എവിടെ നിന്നാണ്? അമേരിക്കയിൽ നിന്നാണ്, USA-യിൽ നിന്ന്. അടുത്ത ചോദ്യം, വിച്ച് അമെൻമെൻറ്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ റിമൂവ്ഡ് ദ റൈറ്റ് ടു പ്രോപ്പർട്ടി ഫ്രം ദ ലിസ്റ്റ് ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്. ഫണ്ടമെൻ്റൽ റൈറ്റിൽ നിന്നും റൈറ്റ് ടു പ്രോപ്പർട്ടി, സ്വത്താവകാശം എടുത്തു മാറ്റിയത് ഏത് അമെൻമെൻറ്റ് വഴിയാണ്? 44-ാമത്തെ അമെൻമെൻറ്റ് വഴിയാണ്, 44. അടുത്ത ചോദ്യം, ദ അമെൻമെൻറ്റ് ദാറ്റ് മെയ്ഡ് ദ റൈറ്റ് ടു ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ എ ഫണ്ടമെൻ്റൽ റൈറ്റ്. ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ, സൗജന്യവും നിർബന്ധവുമായ വിദ്യാഭ്യാസം എന്നത് ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് ആക്കിയത് ഏത് ഭരണഘടനാ ഭേദഗതി വഴിയാണ്? 86-ാമത്തെ ഭരണഘടനാ ഭേദഗതി വഴിയാണ്. അടുത്ത ചോദ്യം, ദ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ഗ്രാൻഡഡ് എ പൊസിഷൻ ഓഫ് primacy to all directive principles over fundamental rights. Constitution amendment granted a position of primacy to all directive principles over fundamental right. ഫണ്ടമെൻ്റൽ റൈറ്റിൻ്റെ മുകളിൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിളുകൾക്ക് ഒരു സ്ഥാനം നൽകിയത് ഏത് അമെൻമെൻറ്റ് വഴിയാണ്? 42-ാമത്തെ അമെൻമെൻറ്റ് വഴിയാണ്. The 42nd Amendment was introduced after the recommendation of Dash Committee. 42-ാമത്തെ ഭേദഗതി, ഭരണഘടനാ ഭേദഗതി ഏത് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് നിലവിൽ വന്നത്? സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ്. അടുത്ത ചോദ്യം, when a public officer commits an action that infringes a person's fundamental right, a writ of Dash is issued by court. ഒരു പബ്ലിക് ഓഫീസർ, ഒരു ഗവൺമെൻറ് ജീവനക്കാരൻ അഥവാ ഒരു പബ്ലിക് ഓഫീസർ ഒരു സാധാരണക്കാരൻ്റെ നീതി അഥവാ ഫണ്ടമെൻ്റൽ റൈറ്റിന് എതിരായിട്ട് എന്തെങ്കിലും പ്രവർത്തിക്കുകയാണെങ്കിൽ കോടതി ഏത് റിട്ട് വഴിയാണ് അതിനെ തടസ്സപ്പെടുത്തുന്നത്? മണ്ടാമസ് വഴിയാണ്. മണ്ടാമസ്. വാട്ട് ഈസ് കാൾഡ് ദ മാഗ്ന കാർട്ട ഓഫ് ഇന്ത്യ ഇൻ ദ പൊളിറ്റിക്കൽ ടെർമിനോളജി ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ പൊളിറ്റിക്കൽ ടെർമിനോളജിയിൽ അഥവാ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് എന്താണ്? ഫണ്ടമെൻ്റൽ റൈറ്റ് ആണ്, അഥവാ മൗലികാവകാശങ്ങളാണ്. ഇന്ത്യയുടെ മാഗ്ന കാർട്ട മൗലികാവകാശങ്ങൾ. അടുത്ത ചോദ്യം, വിച്ച് ആർട്ടിക്കിൾ വാസ് ഇൻസേർട്ടഡ് ബൈ ദ 86th അമെൻമെൻറ്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ടു ദ ലിസ്റ്റ് ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്. 86-ാമത്തെ അമെൻമെൻറ്റ് പ്രകാരം, ഭരണഘടനാ ഭേദഗതി പ്രകാരം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് ചേർക്കപ്പെട്ട ഫണ്ടമെൻ്റൽ റൈറ്റ് ഏതാണ്? ആർട്ടിക്കിൾ 21A ആണ്. ആർട്ടിക്കിൾ 21A വിദ്യാഭ്യാസാവകാശമാണ് ആർട്ടിക്കിൾ 21A ബന്ധപ്പെട്ടത്. 86-ാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരം കൂട്ടിച്ചേർത്തതാണ് ആർട്ടിക്കിൾ 21A. അടുത്ത ചോദ്യം, ഇൻ വിച്ച് കേസ് ദ സുപ്രീം കോർട്ട് took the view that fundamental right and directive principles are complementary to each other and there was a need to sacrifice one for the other. ഏത് കേസുമായി ബന്ധപ്പെട്ടുള്ള വിധിയിലാണ് സുപ്രീം കോടതി ഇങ്ങനെ ഒരു അഭിപ്രായം രേഖപ്പെടുത്തിയത്? അതായത് ഫണ്ടമെൻ്റൽ റൈറ്റും ഡയറക്റ്റീവ് പ്രിൻസിപ്പിളും കോംപ്ലിമെൻ്ററി ടു ഈച്ച് അതറാണ്, അഥവാ പരസ്പര പോഷികളാണ് എന്നും ഫണ്ടമെൻ്റൽ റൈറ്റും മൗലികാവകാശങ്ങളും ഡയറക്റ്റീവ് പ്രിൻസിപ്പിളും അതായത് DPSPയും കോംപ്ലിമെൻ്ററി ടു ഈച്ച് അതറാണെന്നും അതേപോലെ ഒന്നിൻ്റെ ആവശ്യത്തിന് വേണ്ടി മറ്റൊന്ന് സാക്രിഫൈസ് ചെയ്യപ്പെടേണ്ടി വരുമെന്നും അഭിപ്രായപ്പെട്ടത് ഏത് കേസുമായി ബന്ധപ്പെട്ടാണ്? മിനർവ മിൽ കേസുമായി ബന്ധപ്പെട്ടാണ്. അടുത്ത ചോദ്യം, ദ പ്രൊവിഷൻ കൺസേണിങ് the suspension of fundamental right during emergency was borrowed from the constitution of. എമർജൻസി സമയത്ത്, അടിയന്തരാവസ്ഥ സമയത്ത് ഫണ്ടമെൻ്റൽ റൈറ്റിനെ സസ്പെൻഡ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് ഏത് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് നമ്മൾ കടമെടുത്തതാണ്? ജർമ്മനിയുടെ വെയ്മർ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് കടം കൊണ്ടതാണ്. Which part of the constitution was criticized as New Year resolution which were broken on the 2nd January by M. Nasruddin, one of the member of Constituent Assembly? ഏത് പാർട്ടാണ്, കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഏത് പാർട്ടിനെയാണ് എം നസറുദ്ദീൻ ആരായിരുന്നു? കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലെ ഒരു മെമ്പറായിരുന്നു. അദ്ദേഹം ന്യൂ ഇയർ റെസൊല്യൂഷൻ വിച്ച് വെർ ബ്രോക്കൺ ഓൺ ദ 2nd January
ജനുവരി 2 പൊളിഞ്ഞു പോയ അല്ലെങ്കിൽ പൊട്ടിപ്പോയ ന്യൂ ഇയർ റെസൊല്യൂഷനാണ് ഈ പാർട്ടെന്ന് എം നസറുദ്ദീൻ അഭിപ്രായപ്പെട്ടത് ഏത് പാർട്ടിനെ കുറിച്ചാണ്? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിനെ കുറിച്ചാണ്, അഥവാ DPSPയെ കുറിച്ചാണ്. അടുത്ത ചോദ്യം, ഹു ഡിസ്ക്രൈബ്ഡ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ആസ് എ നോവൽ ഫീച്ചർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു നോവൽ ഫീച്ചർ, ഒരു പ്രത്യേക ഫീച്ചറാണ് DPSP എന്ന് അഭിപ്രായപ്പെട്ടതാരാണ്? BR അംബേദ്കർ ആണ്. In which part of the Indian Constitution the directive principles are included? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ അഥവാ DPSP ഏത് പാർട്ടിലാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്? 4ാമത്തെ പാർട്ടിലാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ 4ാമത്തെ പാർട്ടിലാണ് DPSP ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. അടുത്ത ചോദ്യം, ദ ഫസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ് ടു ഇൻക്ലൂഡ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഇൻ ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യൂഷൻ? ഏത് രാജ്യമാണ് അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആദ്യമായി DPSP ഇൻക്ലൂഡ് ചെയ്തത് എന്നാണ് ചോദ്യം. ഉത്തരം സ്പാനിഷ് റിപ്പബ്ലിക്കാണ്. സ്പാനിഷ് റിപ്പബ്ലിക്കാണ് ആദ്യമായി DPSPയെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇൻക്ലൂഡ് ചെയ്തത്. അടുത്ത ചോദ്യം, ഫ്രം വിച്ച് കൺട്രി ദ മേക്കേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാസ് കോപ്പീഡ് ദ ഐഡിയ ഓഫ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ മേക്കേഴ്സ്, അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ തയ്യാറാക്കിയ ആൾക്കാർ ഏത് രാജ്യത്തിൽ നിന്നാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന പോളിസി അഥവാ ആ ആശയം കടം കൊണ്ടിരിക്കുന്നത്? അയർലാൻഡിൽ നിന്നാണ്. DPSP കടം കൊണ്ടിരിക്കുന്നത് അയർലാൻഡിൽ നിന്ന്. അടുത്ത ചോദ്യം, 45ാമത്തെ ചോദ്യം, ഹൂ മെയ്ഡ് ദ കമൻറ്റ് ദാറ്റ് ദ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി എക്സ്പ്രസ് ഫാബിയൻ സോഷ്യലിസം വിത്തൗട്ട് ദ വേർഡ് സോഷ്യലിസം? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന ആശയം ഫാബിയൻ സോഷ്യലിസമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. സോഷ്യലിസം എന്ന വാക്ക് പറയാതെ സോഷ്യലിസമാണ് മുന്നോട്ട് വയ്ക്കുന്നത് എന്ന് അഭിപ്രായപ്പെട്ടതാരാണ്? ഐവർ ജെന്നിങ്സ് ആണ്. അടുത്ത ചോദ്യം, ഹു ഡിസ്ക്രൈബ്ഡ് DPSP അഥവാ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ആസ് എ ചെക്ക് പേയബിൾ ബൈ ദ ബാങ്ക് വെൻ ഏബിൾ ഓൺലി വെൻ റിസോഴ്സസ് ഓഫ് ദ ബാങ്ക് പെർമിറ്റ്സ്? DPSPയെ ഒരു ചെക്കായിട്ട് പറഞ്ഞതാരാണ്? ആ ചെക്കിൻ്റെ പ്രത്യേകത എന്താണ്? ബാങ്കിന് സാധിക്കുന്ന കാലത്ത് മാത്രം നൽകാൻ പറ്റുന്ന ചെക്ക് എന്ന് അഭിപ്രായപ്പെട്ടതാരാണ്? KT ഷായാണ്. The mind and ideals of the framers of the Indian Constitution are reflected in which area of the Indian Constitution? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ നിർമ്മാതാക്കളിൽ നിന്ന് അവരുടെ ആശയങ്ങൾ പ്രതിഫലിക്കുന്ന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗം ഏതാണെന്നാണ് ചോദ്യം. ഉത്തരം DPSP ആണ്, അഥവാ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ആണ്. അടുത്ത ചോദ്യം, 48ാമത്തെ ചോദ്യം, വിച്ച് ആർട്ടിക്കിൾ അണ്ടർ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ഈസ് റിലേറ്റഡ് ടു ദ പ്രൊഹിബിഷൻ ഓഫ് ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രിങ്ക്സ് ആൻഡ് ഡ്രഗ്സ്? ഡ്രഗ്സിൻ്റെയും ഡ്രിങ്ക്സിൻ്റെയും ഇൻടോക്സിക്കേറ്റിംഗ് ആയിട്ടുള്ള ഡ്രഗ്സിൻ്റെയും ഡ്രിങ്ക്സിൻ്റെയും നിരോധനം ഏർപ്പെടുത്താൻ വേണ്ടി പറയുന്ന DPSPയിലെ ആർട്ടിക്കിൾ ഏതാണെന്നാണ് ചോദ്യം. അഥവാ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിൾ 47 ആർട്ടിക്കിൾ 47 DPSPയിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ആർട്ടിക്കിൾ 47 പ്രൊഹിബിഷൻ ഓഫ് ഡ്രഗ്സിന് വേണ്ടിയിട്ട് പറയുന്നത്. അടുത്ത ചോദ്യം, ഹൂ കമ്പയർഡ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ടു ദ ഇൻസ്ട്രുമെൻറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഇൻ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935? 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിലുള്ള ഇൻസ്ട്രുമെൻ്റ് ഓഫ് ഇൻസ്ട്രക്ഷനുമായിട്ട് DPSPയെ കമ്പയർ ചെയ്തത് ആരാണെന്നാണ് ചോദ്യം. ഉത്തരം BR അംബേദ്കർ ആണ്. BR അംബേദ്കർ. അടുത്ത ചോദ്യം, 50ാമത്തെ ചോദ്യം, റൈറ്റ് ടു ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഫോർ ജസ്റ്റിസ് ആൻഡ് ഫ്രീ ലീഗൽ ആൻഡ് എയ്ഡ് വാസ് ആഡഡ് ടു DPSP അഥവാ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ത്രൂ വിച്ച് അമെൻമെൻറ്റ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? ആൻസർ 42nd അമെൻമെൻ്റ് ആണ്. റൈറ്റ് ടു ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഫോർ ജസ്റ്റിസ് ആൻഡ് ഫ്രീ ലീഗൽ എയ്ഡ് വാസ് ആഡഡ് ടു ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്. അതായത് ഫ്രീ ലീഗൽ എയ്ഡും സൗജന്യ നിയമസഹായവും അതേപോലെ തന്നെ റൈറ്റ് ടു ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഫോർ ജസ്റ്റിസ്, നിയമസഹായത്തിന് തുല്യ അവസരം എന്ന ഭാഗം കൂട്ടിച്ചേർത്തത് DPSPയിലോട്ട് കൂട്ടിച്ചേർത്തത് ഏത് അമെൻമെൻറ്റ് വഴിയാണ്? 42ാമത്തെ അമെൻമെൻറ്റ് വഴിയാണ്. അടുത്ത ചോദ്യം, വിച്ച് പാർട്ട് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ റെഫേർഡ് ടു ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ സ്റ്റേറ്റ് ടുവേർഡ്സ് ഇൻ്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി? അന്താരാഷ്ട്ര സുരക്ഷയ്ക്കും സമാധാനത്തിനും വേണ്ടിയിട്ടുള്ള ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഭാഗം ഏതാണെന്നാണ് ചോദ്യം. DPSP ആണ്, അഥവാ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിലെ ആർട്ടിക്കിളിലാണ് അന്താരാഷ്ട്ര സുരക്ഷയും സമാധാനവും മുന്നോട്ട് വയ്ക്കുന്നത്. അടുത്ത ചോദ്യം, നെയിം ദ ഏഷ്യൻ കൺട്രി അതർ ദാൻ ഇന്ത്യ ടു ഹാവ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഇൻ ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യൂഷൻ? കോൺസ്റ്റിറ്റ്യൂഷനിൽ
ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് അഥവാ മൗലിക കർത്തവ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഏഷ്യൻ രാജ്യം, ഇന്ത്യ അല്ലാത്ത ഏഷ്യൻ രാജ്യം ഏതാണെന്നാണ് ചോദ്യം. ഉത്തരം ജപ്പാനാണ്. അപ്പോൾ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷനിലും ജപ്പാൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനിലും മൗലിക കടമകൾ അഥവാ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അടുത്ത ചോദ്യം, ഫ്രം വിച്ച് കൺട്രി ഇന്ത്യ അഡോപ്റ്റഡ് ദ ഐഡിയ ഓഫ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്. ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി അഥവാ മൗലിക കർത്തവ്യങ്ങൾ എന്ന ഐഡിയ ഇന്ത്യ കടം കൊണ്ടിട്ടുള്ളത്, ഭാരതം കടം കൊണ്ടിരിക്കുന്നത് ഏത് രാജ്യത്തിൽ നിന്നാണ്? USSRൽ നിന്നാണ്, അഥവാ പഴയ സോവിയറ്റ് യൂണിയനിൽ നിന്നാണ്. അടുത്ത ചോദ്യം, 54ാമത്തെ ചോദ്യം, ബൈ വിച്ച് അമെൻമെൻറ്റ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് വെർ ഇൻക്ലൂഡഡ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. കോൺസ്റ്റിറ്റ്യൂഷനിലെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഇൻക്ലൂഡ് ചെയ്തത് ഏത് അമെൻമെൻറ്റ് വഴിയാണ്? 42ാമത്തെ അമെൻമെൻറ്റ് വഴിയാണ്. 42ാമത്തെ അമെൻമെൻറ്റ് നമ്മൾ കുറച്ച് ഭാഗത്തായിട്ട് പറയുന്നുണ്ട്. റൈറ്റ് ടു ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഫോർ ജസ്റ്റിസ് ആൻഡ് ഫ്രീ ലീഗൽ എയ്ഡ് എന്നുള്ളത് DPSPയിൽ ഇൻക്ലൂഡ് ചെയ്തതും 42ാമത്തെ അമെൻമെൻറ്റ് വഴിയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഇൻക്ലൂഡ് ചെയ്തതും 42ാമത്തെ അമെൻമെൻറ്റ് വഴിയാണ്. അടുത്ത ചോദ്യം, 55ാമത്തെ ചോദ്യം, ദ അതോറിറ്റി ഓർ ബോഡി കോമ്പീറ്റൻറ്റ് ടു ഡിറ്റർമൈൻ ദ കണ്ടീഷൻസ് ഓഫ് സിറ്റിസൺഷിപ്പ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ സിറ്റിസൺഷിപ്പിന് വേണ്ടിയിട്ടുള്ള നിയമങ്ങൾ അല്ലെങ്കിൽ കണ്ടീഷൻസ് ഡിറ്റർമൈൻ ചെയ്യുന്നത് ഏത് ബോഡിയാണ്, അല്ലെങ്കിൽ അതിൻ്റെ അതോറിറ്റി ആരാണ്? പാർലമെൻറ്റാണ്, ദ പാർലമെൻറ്റ്. അടുത്ത ചോദ്യം, ഫ്രം വിച്ച് കൺട്രി ഇന്ത്യ കോപ്പീഡ് ദ ഐഡിയ ഓഫ് സിംഗിൾ സിറ്റിസൺഷിപ്പ്. ഏക പൗരത്വം എന്ന ആശയം ഇന്ത്യ കടംകൊണ്ടിരിക്കുന്നത് ഏത് രാജ്യത്ത് നിന്നാണ്? ബ്രിട്ടനിൽ നിന്നാണ്. അടുത്ത ചോദ്യം, ദ നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ് കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് ആസ് പെർ ഡാഷ് അമെൻമെൻറ്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. എത്രാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് വഴിയാണ് നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ് രൂപവൽക്കരിച്ചത് അല്ലെങ്കിൽ എക്സിസ്റ്റൻസിൽ വന്നത് എന്നാണ് ചോദ്യം. 65ാമത്തെ ഭരണഘടനാ ഭേദഗതി വഴിയാണ് നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ് നിലവിൽ വന്നത്. അടുത്ത ചോദ്യം, വിച്ച് അമെൻമെൻറ്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്സ് പ്രൊവിഷൻസ് ഫോർ എ സെപ്പറേറ്റ് നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ്. ഏത് അമെൻമെൻറ്റാണ് ഒരു നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ്, ഷെഡ്യൂൾഡ് ട്രൈബിന് വേണ്ടി മാത്രമായിട്ടുള്ള, പട്ടിക വർഗത്തിന് വേണ്ടി മാത്രമുള്ള ഒരു നാഷണൽ കമ്മീഷൻ രൂപവൽക്കരിക്കണമെന്ന് അഭിപ്രായപ്പെട്ടത് ഏത് ആർട്ടിക്കിൾ വഴിയാണ്, അല്ലെങ്കിൽ ഏത് അമെൻമെൻറ്റ് വഴിയാണെന്നാണ് ചോദ്യം. 89ാമത്തെ അമെൻമെൻറ്റ് വഴിയാണ്. 89ാമത്തെ അമെൻമെൻറ്റ് ആക്ട് 2003 പാസ്സാക്കിയത്. അടുത്ത ചോദ്യം, ഹൂ വാസ് ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ വെൻ ദ 73rd ആൻഡ് 74th അമെൻമെൻറ്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ വേർ പാസ്ഡ്. 73ാമത്തെയും 74ാമത്തെയും അമെൻമെൻറ്റ് നമുക്കറിയാം. ഒന്ന് 74ാമത്തെ നഗരപാലിക നിയമമാണ്, 73 പഞ്ചായത്തി രാജ് ആക്റ്റാണ്. ഈ രണ്ടെണ്ണം കോൺസ്റ്റിറ്റ്യൂഷനിൽ ചേർത്തത് ഏത് പ്രൈം മിനിസ്റ്ററുടെ സമയത്തായിരുന്നു? PV നരസിംഹറാവുവിൻ്റെ സമയത്തായിരുന്നു. അടുത്ത ചോദ്യം, വിച്ച് അമെൻമെൻറ്റ് ഈസ് റിലേറ്റഡ് ടു ദ റെസ്ട്രിക്ഷൻ ഓഫ് ദ സൈസ് ഓഫ് ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ടു 50% ഓഫ് ലെജിസ്ലേറ്റീവ് മെമ്പേഴ്സ്. ഏത് അമെൻമെൻറ്റ് വഴിയാണ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ, മന്ത്രിസഭയുടെ വലിപ്പം മൊത്തം ലെജിസ്ലേറ്റീവ് മെമ്പേഴ്സിൻ്റെ 15% കൂടാൻ പാടില്ല എന്ന് നിർദ്ദേശിച്ചത്? ഏത് അമെൻമെൻറ്റ് വഴിയാണ്? 91ാമത്തെ അമെൻമെൻറ്റ് വഴിയാണ്. 61ാമത്തെ ചോദ്യം, പാർട്ട് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വിച്ച് കണ്ടെയ്ൻസ് അമെൻമെൻറ്റ് പ്രൊവിഷൻസ്. അമെൻമെൻറ്റ് ഭേദഗതിയുടെ പ്രൊവിഷൻസ് അടങ്ങിയിരിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ ഭാഗം ഏതാണെന്നാണ് ചോദ്യം. 20ആണ്, ഭാഗം 20, പാർട്ട് 20. അടുത്ത ചോദ്യം, വിച്ച് അമെൻമെൻറ്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ചേഞ്ച്ഡ് ഇറ്റ്സ് ക്യാരക്ടറൈസേഷൻ ഫ്രം സോവറിൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ടു സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്ന്. അതായത് സോഷ്യലിസ്റ്റ് എന്നും സെക്യുലറും എന്നും ഉള്ള രണ്ട് വാക്കുകൾ കൂട്ടിച്ചേർത്തത് ഏത് ഭരണഘടനാ ഭേദഗതി വഴിയാണ് എന്നാണ് ചോദ്യം. ഉത്തരം 42ാം ഭേദഗതി വഴിയാണ്. 42ാം ഭേദഗതി വഴി സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്നായി ഇന്ത്യയുടെ ക്യാരക്ടറൈസേഷൻ. അടുത്ത ചോദ്യം, വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ് വിത്ത് അമെൻമെൻറ്റ് പ്രൊസീജിയർ. ഏത് ആർട്ടിക്കിളാണ് അമെൻമെൻറ്റ് പ്രൊസീജിയർ അഥവാ ഭരണഘടനാ ഭേദഗതിയും നിർദ്ദേശിക്കുന്നത് എന്നാണ് ചോദ്യം. ആർട്ടിക്കിൾ 368 ആർട്ടിക്കിൾ 368. അടുത്ത ചോദ്യം, 64ാമത്തെ ചോദ്യം, വിച്ച് അമെൻമെൻറ്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഗേവ് അസോസിയേറ്റഡ് സ്റ്റേറ്റ് സ്റ്റാറ്റസ് ടു സിക്കിം. ഏത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റാണ്, ഭരണഘടനാ ഭേദഗതിയാണ് സിക്കിമിന് അസോസിയേറ്റ് സ്റ്റേറ്റ് എന്ന സ്റ്റാറ്റസ് നൽകിയതെന്നാണ് ചോദ്യം. 35ാമത്തെയാണ്, 35 35th അമെൻമെൻറ്റാണ് സിക്കിമിന് അസോസിയേറ്റ് സ്റ്റേറ്റ് എന്ന പദവി നൽകിയത്.
അടുത്ത ചോദ്യം, ദ ഷെഡ്യൂൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് വാസ് ആഡഡ് ബൈ ദ 73rd അമെൻമെൻറ്റ്. ഏത് ഷെഡ്യൂളാണ് കോൺസ്റ്റിറ്റ്യൂഷനിലെ 73ാമത്തെ ഭരണഘടനാ ഭേദഗതി വഴി അമെൻമെൻറ്റ് വഴി കൂട്ടിച്ചേർക്കപ്പെട്ടത് എന്നാണ് ചോദ്യം. ഷെഡ്യൂൾ 11 11ാമത്തെ ഷെഡ്യൂൾ വഴി. അടുത്ത ചോദ്യം, വിച്ച് അമെൻമെൻറ്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ലോവേർഡ് ദ സ്ട്രെങ്ത് ഓഫ് മെമ്പേഴ്സ് ടു ലോക്സഭ ഫ്രം യൂണിയൻ ടെറിട്ടറീസ് ടു 20 ഫ്രം 25. യൂണിയൻ ടെറിട്ടറീസ് കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമുള്ള ലോക്സഭാ മെമ്പേഴ്സിൻ്റെ എണ്ണം 25-ൽ നിന്ന് 20 ചുരുക്കിയത് ഏത് ഭരണഘടനാ ഭേദഗതി വഴിയാണ്? 31ാമത്തെ ഭരണഘടനാ ഭേദഗതി വഴിയാണ്. അടുത്ത ചോദ്യം, ദ പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ ഗേവ് അസെൻറ്റ് ടു ദ ഫസ്റ്റ് അമെൻമെൻറ്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓൺ. എന്നാണ് ഇന്ത്യൻ പ്രസിഡൻറ്റ് ഇന്ത്യൻ ഭരണഘടനയിലെ ആദ്യ ഭേദഗതിക്ക് അസെൻറ്റ് നൽകിയത്, ഒപ്പിട്ടതെന്നാണ് ചോദ്യം. 1951 ജൂൺ 18 ആദ്യ ഭേദഗതി പ്രസിഡൻറ്റ് ഒപ്പിട്ടത്. 1951 ജൂൺ 18. അടുത്ത ചോദ്യം, വിച്ച് അമെൻമെൻറ്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ റെഡ്യൂസ്ഡ് ദ വോട്ടിംഗ് ഏജ് ഫ്രം 21 ഇയേഴ്സ് ടു 18 ഇയേഴ്സ് ഫോർ ലോക്സഭ ആൻഡ് സ്റ്റേറ്റ് അസംബ്ലീസ്. ലോകസഭയിലോട്ടും അതേപോലെ തന്നെ നിയമസഭകളിലോട്ടുമുള്ള ഇലക്ഷനിൽ വോട്ട് ചെയ്യാനുള്ള പ്രായം 21-ൽ നിന്നും 18 കുറച്ച ഭരണഘടനാ ഭേദഗതി ഏതാണെന്നാണ് ചോദ്യം. ഉത്തരം 61ാം ഭേദഗതിയാണ്. 61ാം ഭേദഗതി വോട്ടിംഗ് പ്രായം 21-ൽ നിന്ന് 18 കുറച്ചു. അടുത്ത ചോദ്യം 69ാമത്തെ ചോദ്യമാണ്. ത്രൂ വിച്ച് അമെൻമെൻറ്റ് of the constitution reservation of seats to scheduled caste and scheduled tribes is extended in Lok Sabha and state assemblies till 2020. ഏത് അമെൻമെൻറ്റ് വഴിയാണ് ഷെഡ്യൂൾഡ് കാസ്റ്റിനും SC-കാർക്കും ST-കാർക്കും ഷെഡ്യൂൾഡ് ട്രൈബിനുമുള്ള ലോക്സഭാ ഇലക്ഷന് സീറ്റ് റിസർവേഷൻ എക്സ്റ്റെൻഡ് ചെയ്തത്? 2020 വരെ എക്സ്റ്റെൻഡ് ചെയ്തത് ഏത് ഭരണഘടനാ ഭേദഗതി വഴിയാണ്? 95ാമത്തെ അമെൻമെൻറ്റ് വഴിയാണ്. 2009-ലാണത് പാസ്സാക്കിയത്. അടുത്ത ചോദ്യം, ഇൻ വിച്ച് ഷെഡ്യൂൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ദ ഫസ്റ്റ് അമെൻമെൻറ്റ് വാസ് ആഡഡ്. ആദ്യത്തെ അമെൻമെൻറ്റ് ഇന്ത്യയിലെ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഏത് ഷെഡ്യൂളിലാണ് ആഡ് ചെയ്തതെന്നാണ് ചോദ്യം. ഉത്തരം 9th ഷെഡ്യൂളിലാണ്. അടുത്ത ചോദ്യം, വിച്ച് ഷെഡ്യൂൾ കണ്ടൈൻസ് പഞ്ചായത്ത് രാജ്. ഏത് ഷെഡ്യൂളിലാണ് പഞ്ചായത്ത് രാജ് ഉൾപ്പെട്ടിരിക്കുന്നത്? 11ാമത്തെ ഷെഡ്യൂളിലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു 73ാമത്തെ ഭരണഘടനാ ഭേദഗതി വഴിയാണ് പഞ്ചായത്ത് രാജ് കൊണ്ടുവന്നത് 11ാമത്തെ ഷെഡ്യൂളിൽ. അടുത്ത ചോദ്യം, വിച്ച് എമർജൻസി ഹാസ് സോ ഫാർ നോട്ട് ബീൻ ഡിക്ലെയർഡ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഇതുവരെ ഡിക്ലെയർ ചെയ്യാത്ത എമർജൻസി ഏതാണ്? അടിയന്തരാവസ്ഥ ഏതാണ്? ഫിനാൻഷ്യൽ എമർജൻസിയാണ്, അഥവാ സാമ്പത്തിക അടിയന്തരാവസ്ഥ ഇന്ത്യയിൽ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. അടുത്ത ചോദ്യം, പ്രൊക്ലമേഷൻ ഓഫ് എമർജൻസി ഡ്യൂ ടു ബ്രേക്കിംഗ് ഡൗൺ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ മെഷീനറി ഹാസ് ടു ബി അപ്രൂവ്ഡ് ബൈ പാർലമെൻറ്റ് വിത്തിൻ. ഒരു എമർജൻസി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത് പാർലമെൻറ്റിൻ്റെ മെഷീനറി എത്ര ദിവസത്തിനകം അപ്രൂവ് ചെയ്തിരിക്കണം? 2 മാസത്തിനകം അത് അപ്രൂവ് ചെയ്തിരിക്കണം. ഇല്ലെങ്കിൽ ആ എമർജൻസി വാലിഡ് അല്ലാതായി പോകും. അടുത്ത ചോദ്യം, പ്രൊക്ലമേഷൻ ഓഫ് ഫിനാൻഷ്യൽ എമർജൻസി ഹാസ് ടു ബി അപ്രൂവ്ഡ് ബൈ പാർലമെൻറ്റ് വിത്തിൻ. ഫിനാൻഷ്യൽ എമർജൻസി സാമ്പത്തിക അടിയന്തരാവസ്ഥയാണെങ്കിൽ പാർലമെൻറ്റ് എത്ര മാസത്തിനകം അപ്രൂവ് ചെയ്യണമെന്നാണ് ചോദ്യം. അതും സെയിം ആണ്, 2 മാസം തന്നെയാണ്. അടുത്ത ചോദ്യം, വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് റിലേറ്റഡ് ടു നാഷണൽ എമർജൻസി. നാഷണൽ എമർജൻസി അഥവാ ദേശീയ അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിൾ 352 ആണ്. അടുത്ത ചോദ്യം, നെയിം ദ പ്രസിഡൻറ്റ് ഹൂ റിപ്പീൽഡ് ദ ഫസ്റ്റ് നാഷണൽ എമർജൻസി. ഫസ്റ്റ് നാഷണൽ എമർജൻസി റിപ്പീൽ ചെയ്തിട്ടുള്ള ഒഴിവാക്കിയ പ്രസിഡൻ്റ് ആരായിരുന്നു എന്നാണ് ചോദ്യം. ഉത്തരം സക്കീർ ഹുസൈൻ ആണ്. സക്കീർ ഹുസൈൻ. അടുത്ത ചോദ്യം, ദ പോർട്ട്ഫോളിയോ ആറ്റോമിക് എനർജി കംസ് അണ്ടർ വിച്ച് ലിസ്റ്റ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ആറ്റോമിക് എനർജി എന്ന് പറഞ്ഞ പോർട്ട്ഫോളിയോ ഏത് ലിസ്റ്റിലാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്? യൂണിയൻ ലിസ്റ്റിലാണ് ആറ്റോമിക് എനർജി ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. അടുത്ത ചോദ്യം, ദ ലോങ്ങസ്റ്റ് ഓഫ് ദ 3 ലിസ്റ്റ് ഇൻ 7th ഷെഡ്യൂൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ അവിടെ 2 ചോദ്യം നമുക്ക് കിട്ടി. 7th ഷെഡ്യൂളിലാണ് ലിസ്റ്റുകളെ പറ്റി പറയുന്നത്. അതിൽ എത്ര ലിസ്റ്റ് ഉണ്ട്? 3 ലിസ്റ്റ് ഉണ്ട്. ഏതൊക്കെയാണ് ലിസ്റ്റ്? സ്റ്റേറ്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ്, ദെൻ കൺകറൻറ്റ് ലിസ്റ്റ്. അതിൽ ഏറ്റവും വലിയ ലിസ്റ്റ് ഏതാണ്? യൂണിയൻ ലിസ്റ്റാണ് ഏറ്റവും വലിയ ലിസ്റ്റ്. അടുത്ത ചോദ്യം, പബ്ലിക് ഹെൽത്ത് ആൻഡ് സാനിറ്റേഷൻ ഈസ് എ സബ്ജക്റ്റ് ഇൻക്ലൂഡഡ് ഇൻ വിച്ച് ലിസ്റ്റ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. പബ്ലിക് ഹെൽത്ത് ആൻഡ് സാനിറ്റേഷൻ ശുചിത്വവും അതുപോലെ തന്നെ ആരോഗ്യവും ഏത് ലിസ്റ്റിലാണ് പെടുന്നതെന്നാണ് ചോദ്യം. ഉത്തരം സ്റ്റേറ്റ് ലിസ്റ്റിലാണ് ഇത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. അടുത്ത ചോദ്യം, വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എംപവേഴ്സ് ദ പാർലമെൻറ്റ് ടു ലെജിസ്ലേറ്റ് ഓൺ എനി മാറ്റർ ഓഫ് ദ സ്റ്റേറ്റ് ലിസ്റ്റ്. കോൺസ്റ്റിറ്റ്യൂഷനിലെ ഏത് ആർട്ടിക്കിളാണ്
പാർലമെൻറ്റിന് ഒരു പ്രത്യേക അധികാരം കൊടുക്കണം. ആ അധികാരം എന്താണ്? സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള ഏതൊരു വിഷയത്തിന് മുകളിലും നിയമം ഉണ്ടാക്കാം എന്നുള്ള അധികാരം പാർലമെൻറ്റിന് നൽകിയത് ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ്? ആർട്ടിക്കിൾ 249 പ്രകാരമാണ് സ്റ്റേറ്റ് ലിസ്റ്റിലെ ഏതൊരു മാറ്ററിനും പാർലമെൻറ്റിന് നിയമം ഉണ്ടാക്കാം എന്നുള്ള അധികാരം കോൺസ്റ്റിറ്റ്യൂഷൻ നൽകുന്നത്. അടുത്ത ചോദ്യം 81ാമത്തെ ചോദ്യമാണ്. ഇൻ വിച്ച് ലിസ്റ്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എക്കണോമിക് ആൻഡ് സോഷ്യൽ പ്ലാനിംഗ് ഈസ് ഇൻക്ലൂഡഡ്? കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഏത് ലിസ്റ്റിലാണ് എക്കണോമിക് ആൻഡ് സോഷ്യൽ പ്ലാനിംഗ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്? സാമ്പത്തികവും അതേപോലെ സാമൂഹികവുമായിട്ടുള്ള പ്ലാനിംഗ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് കൺകറൻറ്റ് ലിസ്റ്റിലാണ്. അതായത് കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും തുല്യ അവകാശമാണ് എന്നാണ് അധികാരം. അതിൻ്റെ അർത്ഥം കൺകറൻറ്റ് ലിസ്റ്റിൻ്റെ. പക്ഷേ പാർലമെൻറ്റ് അതിൻ്റെ മുകളിലൊരു നിയമം പാസ്സാക്കിയാൽ പാർലമെൻറ്റിൻ്റെ നിയമമാണ് പ്രാബല്യത്തിൽ ഉണ്ടാവുക, സംസ്ഥാനത്തിൻ്റെ നിയമമായിരിക്കില്ല. അപ്പോൾ കൺകറൻറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ തുല്യ അധികാരം എന്നൊക്കെ പറയുന്ന പോലെ തന്നെയാണ്. അടുത്ത ചോദ്യം, നെയിം ദ കൺട്രി ഫ്രം വിച്ച് ഇന്ത്യ കോപ്പിഡ് ദ ഐഡിയ ഓഫ് കൺകറൻറ്റ് ലിസ്റ്റ്. കൺകറൻറ്റ് ലിസ്റ്റ് എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടിരിക്കുന്ന രാജ്യം ഏതാണ് എന്നാണ് ചോദ്യം. ഉത്തരം ഓസ്ട്രേലിയയാണ്, ഓസ്ട്രേലിയ. അടുത്ത ചോദ്യം, ദ ഷോർട്ടസ്റ്റ് ഓഫ് ദ 3 ലിസ്റ്റ് ഇൻ 7th ഷെഡ്യൂൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. 7ാമത്തെ ഷെഡ്യൂളിലാണ് 3 ലിസ്റ്റ് ഉള്ളതെന്ന് പറഞ്ഞു. അതിൽ ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും ചെറിയ ലിസ്റ്റ് ഏതാണ്? ഉത്തരം കൺകറൻറ്റ് ലിസ്റ്റാണ്. അടുത്ത ചോദ്യം, ഹൂ വാസ് ദ ചെയർമാൻ ഓഫ് 2nd ഫിനാൻസ് കമ്മീഷൻ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ 2ാം ഫിനാൻസ് കമ്മീഷൻ്റെ ചെയർമാൻ ആരായിരുന്നു? ഉത്തരം കെ സന്താനമാണ്, കെ സന്താനം. അടുത്ത ചോദ്യം, ഇൻ വിച്ച് ഇയർ നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ വാസ് ഫൗണ്ടഡ്. നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ അഥവാ NGT എന്നാണ് സ്ഥാപിച്ചത്? 2010 ഒക്ടോബർ 18-നാണ്. കൊല്ലം പ്രത്യേകം ഓർത്ത് വയ്ക്കുക, 2010 ഒക്ടോബർ 18-ന് നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ വാസ് ഫൗണ്ടഡ്. ചോദ്യം, ഹൂ വാസ് ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ വെൻ ദ ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്ഡ് ദ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ആക്ട്. അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ആക്ട് ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയ സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? ഉത്തരം രാജീവ് ഗാന്ധിയാണ്. അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ആക്ട് പാസ്സാക്കിയ സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി. അടുത്ത ചോദ്യം, വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഡീൽസ് വിത്ത് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ. അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏതാണ്? 323A ആണ്, 323A. അടുത്ത ചോദ്യം, വിച്ച് പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ഡെൽറ്റ് വിത്ത് ബൈ ദ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർട്ടിക്കിൾ അല്ല പാർട്ട് ഏതാണെന്നാണ് ചോദിക്കുന്നത്. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ UPSC ആണ്. UPSCയുമായി ബന്ധപ്പെട്ട കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പാർട്ട് 14 ആണ്, പാർട്ട് 14. അടുത്ത ചോദ്യം, ഹൂ ഡിറ്റർമൈൻസ് ദ കമ്പോസിഷൻ ആൻഡ് കണ്ടീഷൻസ് ഓഫ് സർവീസ് ഓഫ് എ സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ. ആരാണ് സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ കമ്പോസിഷൻ, അതായത് അതിൽ എത്ര മെമ്പേഴ്സ് വേണം, എങ്ങനെയൊക്കെയാണ് അതിൻ്റെ കണ്ടീഷൻസ് എന്നുള്ളതൊക്കെ ആരാണ് ഡിറ്റർമിൻ ചെയ്യണത്? അതിൻ്റെ അധികാരം ഗവർണർക്കാണ്. അടുത്ത ചോദ്യം, ആസ് പെർ വിച്ച് ആർട്ടിക്കിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ചെയർമാൻ ആൻഡ് മെമ്പേഴ്സ് ഓഫ് എ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ആർ അപ്പോയിൻറ്റഡ്. ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് UPSCയിലെ ചെയർമാനും മെമ്പർമാരും അപ്പോയിൻറ്റ് ചെയ്യപ്പെടുന്നത്? ഉത്തരം ആർട്ടിക്കിൾ 316 പ്രകാരമാണ്, ആർട്ടിക്കിൾ 316. UPSCയുമായി ബന്ധപ്പെട്ടാണ് 316, PSCയുമായി ബന്ധപ്പെട്ടത് 315 അതൊന്ന് ശ്രദ്ധിച്ചു വയ്ക്കാം. അടുത്ത ചോദ്യം, ദ പ്രാക്ടീസ് ഓഫ് നോമിനേറ്റിംഗ് 2 members ഓഫ് ദ Anglo-Indian community by the President of India was abolished by which amendment act of Indian Constitution? ഇന്ത്യൻ പാർലമെൻറ്റിലോട്ട് പ്രസിഡൻറ്റ് ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികളെ 2 ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികളെ നാമനിർദ്ദേശം ചെയ്യുന്ന സമ്പ്രദായം നിർത്തലാക്കിയത് ഏത് അമെൻമെൻറ്റ് വഴിയാണ്? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഏത് അമെൻമെൻറ്റ് വഴിയായിരുന്നു? ഉത്തരം 104ാമത്തെ അമെൻമെൻറ്റാണ്. അടുത്ത ചോദ്യം, വിച്ച് യൂണിയൻ ടെറിട്ടറി ഹാസ് ദ ലാർജസ്റ്റ് നമ്പർ ഓഫ് മെമ്പേഴ്സ് ഇൻ ദ ലെജിസ്ലേറ്റീവ് അസംബ്ലി. ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള യൂണിയൻ ടെറിട്ടറി നിലവിൽ അത് ജമ്മു ആൻഡ് കാശ്മീറാണ്, ജമ്മു ആൻഡ് കാശ്മീർ. അടുത്ത ചോദ്യം, ദ നമ്പർ ഓഫ് നോമിനേറ്റഡ് മെമ്പേഴ്സ് ഇൻ ദ ഇന്ത്യൻ പാർലമെൻറ്റ് ആഫ്റ്റർ ദ 104th അമെൻമെൻറ്റ്. 104ാമത്തെ അമെൻമെൻറ്റിൽ ശേഷം ഇന്ത്യൻ പാർലമെൻറ്റിൽ എത്ര അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യാൻ പറ്റും? 12 അംഗങ്ങളെയാണ് നാമനിർദ്ദേശം ചെയ്യാൻ പറ്റുക. അടുത്ത ചോദ്യം, ഹൂ ഈസ് ദ ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് രാജ്യസഭ.
രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാൻ ആരാണെന്നാണ് ചോദ്യം. 2018 മുതൽ അത് ഹരിവൻഷ് നാരായൺ സിംഗ് ആണ്. അടുത്ത ചോദ്യം, വിച്ച് അമെൻമെൻറ്റ് ആക്ട് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കൺഫേർഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് ടു ദ നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസ്? നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസിന് കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ്, ഭരണഘടനാ പദവി നൽകിയത് ഏത് അമെൻമെൻറ്റ് ആക്ട് വഴിയാണ്? 102ാമത്തെ അമെൻമെൻറ്റ് വഴിയാണ്. 102ാമത്തെ അമെൻമെൻറ്റ് വഴി നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസ്സിന് കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് ലഭിച്ചു. അടുത്ത ചോദ്യം, വിച്ച് യൂണിയൻ ടെറിട്ടറി ഹാസ് ദ ലാർജസ്റ്റ് നമ്പർ ഓഫ് രാജ്യസഭാ മെമ്പേഴ്സ്? ജമ്മു ആൻഡ് കാശ്മീരിനാണ് ഏറ്റവും കൂടുതൽ രാജ്യസഭാ മെമ്പേഴ്സ് ഉള്ള യൂണിയൻ ടെറിട്ടറി ജമ്മു ആൻഡ് കാശ്മീരാണ്. ഏറ്റവും വലിയ യൂണിയൻ ടെറിട്ടറി ചോദിച്ചാൽ ഉത്തരം ലഡാക്കാണ്. ഏറ്റവും കൂടുതൽ ലെജിസ്ലേറ്റീവ് മെമ്പേഴ്സ് ഉള്ള യൂണിയൻ ടെറിട്ടറി ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ജമ്മു ആൻഡ് കാശ്മീർ തന്നെയാണ്. അടുത്ത ചോദ്യം, ദ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഓഫ് വിച്ച് സ്റ്റേറ്റ് വാസ് അബോളിഷ്ഡ് ഇൻ 2019? 2019 ഏത് സംസ്ഥാനത്തിൻ്റെ ലെജിസ്ലേറ്റീവ് കൗൺസിലാണ് അബോളിഷ് ചെയ്തത്? ജമ്മു ആൻഡ് കാശ്മീരിൻ്റെയാണ്. അടുത്ത ചോദ്യം, ഹൂ ഈസ് ദ ലീഡർ ഓഫ് ഓപ്പോസിഷൻ ഇൻ രാജ്യസഭ? രാജ്യസഭയിലെ ലീഡർ ഓഫ് ഓപ്പോസിഷൻ മല്ലികാർജുൻ ഖാർഗെയാണ്. ലോക്സഭയിലെ ലീഡർ ഓഫ് ഓപ്പോസിഷൻ നിലവിലത് നമ്മുടെ രാഹുൽ ഗാന്ധിയാണ്. അടുത്ത ചോദ്യം, വിച്ച് അമെൻമെൻറ്റ് ആക്ട് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് റിലേറ്റഡ് ടു 10% റിസർവേഷൻ ഓഫ് എക്കണോമിക് വീക്കർ സെക്ഷൻസ്? എക്കണോമിക് വീക്കർ സെക്ഷൻ്റെ, അതായത് മുന്നാക്കക്കാരിലെ പിന്നാക്കക്കാർ എന്ന് നമ്മൾ കോമൺലി പറയുന്ന ആൾക്കാർക്ക് റിസർവേഷൻ സംബന്ധിച്ചുള്ള ആ 10% റിസർവേഷൻ എന്ന് പറയുന്നത് ഏത് അമെൻമെൻറ്റ് ആക്ട് വഴിയാണ് സ്ഥാപിതമായത്? 103ാമത്തെ അമെൻമെൻറ്റ് ആക്ട് വഴിയാണ് EWS പാസ്സാക്കിയത്. അടുത്ത ചോദ്യം, ദ ഫസ്റ്റ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഇൻ ഇന്ത്യ ടു സ്റ്റാർട്ട് ഇറ്റ്സ് ഓൺ ടെലിവിഷൻ ചാനൽ? ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സംസ്ഥാനം ഏതാണ് ചോദ്യം. അതിൻ്റെ ലെജിസ്ലേറ്റീവ് അസംബ്ലി സ്വന്തമായൊരു ടെലിവിഷൻ ചാനൽ തുടങ്ങിയ ആദ്യ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഏതാണെന്നാണ് ചോദ്യം. ഉത്തരം കേരളമാണ്. കേരളത്തിൻ്റെ സ്വന്തം ലെജിസ്ലേറ്റീവ് ചാനലാണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ സ്ഥാപിതമായത്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ചോദ്യങ്ങൾ. കുറേ ചോദ്യങ്ങളൊക്കെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ ചോദ്യങ്ങളാണ്. ഡിസ്കസ് ചെയ്യാത്ത പോയിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ വേറെയുണ്ട്. അപ്പോൾ കൂടുതൽ ചോദ്യങ്ങളായിട്ട് നമ്മൾ വീണ്ടും ഒരു ക്ലാസ്സിൽ വരാം. അതുവരെ ഈ നമ്മളിപ്പോൾ എടുത്തിട്ടുള്ള സീരീസിലെ ബാക്കി ക്ലാസ്സുകളൊക്കെ റിപ്പീറ്റായിട്ട് തന്നെ കേട്ട് പഠിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. ഇന്ന് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനിലെ 100 ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പുതിയൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.